തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി.ജെ.പി. ഭരണം ഒഴിവാക്കാനുള്ള സമീപനം സ്വീകരിക്കുമെന്ന കോൺഗ്രസ് നിലപാടിനോട് മുഖം തിരിക്കുകയാണ് CPM. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ CPM-ഉം കോൺഗ്രസും സഹകരിച്ചാൽ ഇവിടെ ഭരണം നടത്താം. തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പിയും കോൺഗ്രസും ചേർന്ന് LDF-നെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് മീഡിയ വണിനോട് പറഞ്ഞു. 53-അംഗ തൃപ്പൂണിത്തുറ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം 27 എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പിക്ക് 21 സീറ്റ് ലഭിച്ചുള്ളൂ. 20 സീറ്റുള്ള CPM-ഉം 12 സീറ്റുള്ള കോൺഗ്രസും സഹകരിച്ചാൽ ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താം. ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവും MLA-യുമായ K. ബാബു പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നത് ഏതായാലും ഞങ്ങളുടെ ഒരു നിലപാടിന്റെ ഫലമായിട്ട് ബി.ജെ.പി. അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. UDF നല്ല മെച്ചപ്പെടുത്തി സാങ്കേതികമായി കോൺഗ്രസിന്റെ പിന്തുണ വാഗ്ദാനത്തോട് അനുകൂലമായല്ല CPM-ന് പ്രതികരണം. കോൺഗ്രസും ബി.ജെ.പിയും ചേർന്ന് CPM-നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉന്നയിക്കുകയാണ് CPM. തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ട് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള വോട്ട് കൈമാറ്റം നടന്നിട്ടുണ്ട് ചില വാർഡുകളിൽ എന്നുള്ളതാണ് പ്രാഥമികമായി കാണുന്ന കാര്യങ്ങൾ. അതാണ് നമുക്ക് ജയിക്കാമായിരുന്ന സീറ്റുകൾ ചിലത് പരാജയപ്പെടാൻ വന്നിട്ടുള്ളത്. അതാണ് NDA അധികാരത്തിൽ കൊണ്ടുവരാൻ ഇടവരുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണും. തൃപ്പൂണിത്തുറയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായി ബി.ജെ.പി. എറണാകുളം ജില്ലാ നേതൃയോഗം ഇന്ന് ചേരും. മീഡിയ 1 കൊച്ചി.